കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ കാണുവാൻ കർത്താവ് നമുക്ക് സൗഭാഗ്യമൊരുക്കിയല്ലോ. നമ്മളെപ്പോലെ അനേകർ ഈ ലോകം വിട്ട് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ മരണങ്ങളും അനർത്ഥങ്ങളും അപകടങ്ങളും പ്രതിസന്ധികളും മനക്ലേശങ്ങളും സമാധാനക്കുറവുകളും ലോകത്തിൽ എല്ലാ തലങ്ങളിലും വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തെ സേവിക്കുന്ന തൻ്റെ ജനത്തിനു വേണ്ടി ദൈവത്തിൻ്റെ കരുതൽ വെളിപ്പെടുന്നതിനെ ഓർത്ത് ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഒരു അനുഗ്രഹീത ദൈവത്തിൻ്റെ ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഇന്ന് പ്രഭാതത്തിൽ തിരിക്കുകയാണ്. ഇയ്യോബിന്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 7-ാമത് വാക്യം. ഓർത്തു നോക്കുക, നിർദോഷിയായി നശിച്ചവൻ ആര്? നേരുള്ളവൻ എവിടെ മുടിഞ്ഞുപോയിട്ടുള്ളൂ? ഈ വാക്യങ്ങൾക്കാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ വാക്യം നമുക്ക് ഇവർക്ക് പരിചിതമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇയ്യോബിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വന്ന കഷ്ടതയോടുള്ള ബന്ധത്തിൽ ഇയ്യോബിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്ന 3 സ്നേഹിതന്മാരുണ്ടായിരുന്നു. അതിൽ ഒരാളാണ് തേമാന്യനായ എലീഫസ്. നമുക്കറിയാം 3 സ്നേഹിതന്മാർ അവനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്നതാണെങ്കിലും അവർ ദുഃഖത്തിന്റെ ആശ്വാസകന്മാരായിട്ട് മാറി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ മലയാള ഭാഷയിൽ നാട്ടുംപുറത്തൊരു ചൊല്ല് പറയുന്നത് പോലെ എരിതിയിൽ എണ്ണയൊഴിക്കുന്നവരായിട്ട് അവർ മാറി. ഇയ്യോബിന്റെ ജീവിതത്തിനകത്ത് വന്ന ക്ലേശം, കഷ്ടത അതവന്റെ ജീവിതത്തിലെ കുറവ് കൊണ്ടാണ്, അശുദ്ധി കൊണ്ടാണ് എന്നൊക്കെയുള്ള ചിന്തകൾ നിരത്തി വയ്ക്കുന്നതായിട്ട് നമ്മൾ അവിടെ വായിക്കപ്പെടുന്നുണ്ട്, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ക്ലേശങ്ങൾ, അപകടങ്ങളോ അനർത്ഥങ്ങളോ രോഗങ്ങളോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പലരും നമ്മെ നോക്കി പറയുന്ന ഒരു കാര്യമാണ്, ഇവരെന്തോ വലിയ പാപം ചെയ്തു, അല്ലെങ്കിൽ ഇവൻ അശുദ്ധനാണ്. നിങ്ങൾ ശ്രദ്ധിക്കണേ, ചില രോഗങ്ങൾ വരുമ്പോൾ, ചില പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഇങ്ങനെ പറയുന്നവരുടെ ശ്രദ്ധയ്ക്കായിട്ട് ഞാൻ പറയാം, രോഗം അവർക്ക് മാത്രമല്ല വരുന്നത്, നമുക്കും വരാം. ഈ പറയുന്ന നിനക്കും അത് സംഭവിക്കാം. അല്ല സ്തോത്രം. അവന് നടന്നിട്ട് നിനക്ക് നടക്കാതിരിക്കുന്നത് അല്ല സ്തോത്രം ദൈവത്തിന്റെ കരുണയാണെന്ന് പഠിക്കണം. സ്തോത്രം. അവൻ മരണപ്പെടുന്നു, ഇല്ലെങ്കിൽ അവൻ സ്തോത്ര രോഗിയായി തീരുന്നു, ഇല്ലെങ്കിൽ അവൻ അപകടത്തിൽപ്പെടുമ്പോൾ ആ അപകടത്തിൽ സന്തോഷിക്കുന്ന പരീക്ഷനെ പോലെ ആകരുത് നീ. സ്തോത്രം. അതാണ് തിരുവചനം നമുക്ക് അതിനെക്കുറിച്ച് നൽകുന്ന നിർദ്ദേശം. ഞാൻ ആ ഭാഗം വിടുകയാണ്. ഇവിടെ ശ്രദ്ധിക്കുക. സ്തോത്രം. ഇയ്യോബിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടതിന് പകരം അവരെ ദുഃഖിപ്പിക്കുന്ന ആശ്വാസകന്മാരായിട്ട് മാറി. അങ്ങനെ തേമാനിലെ എലീഫസ് അവനെ കുറ്റപ്പെടുത്തി പറഞ്ഞൊരു വാചകമാണ്, നിർദോഷിയാണെങ്കിൽ നീ നശിക്കത്തില്ല, സ്തോത്രം, നേരുള്ളവനാണെങ്കിൽ നീ മുടിഞ്ഞു പോകത്തില്ല എന്ന് പറയുന്ന അതൊരു ഭാവി വാക്കും കൂടെയാണ്. അപ്പോഴത്തെ സാഹചര്യത്തിൽ തേമാന്യനായ എലീഫാസ് അത് പറയുമ്പോൾ പോലും ഇയ്യോബിന്റെ ഭാവിയിലേക്ക് നമ്മൾ കടന്നു വരുന്ന സമയത്ത് അത് അക്ഷരം പ്രതി നിറവേറുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കാണുന്ന നഷ്ടങ്ങൾ നാളെ അതിന്റെ ഇരട്ടി നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമെന്നുള്ള കാര്യത്തിനകത്ത് മാറ്റമില്ല. അതാണ് ഇവിടെ തേമാന്യൻ എലീഫാസ് പറയുന്നത്, നിർദോഷിയായവൻ നശിക്കത്തില്ല, നേരുള്ളവൻ എവിടെ മുടിഞ്ഞു പോയിട്ടുള്ളത്. നേരോടെ നടക്കുന്നതിന്റെ ജീവിതത്തിനകത്ത് ഒരു നന്മയ്ക്കും മുടക്കം വരത്തില്ല. 84-ാം സങ്കീർത്തനം 11-ാമത് വാക്യം. യഹോവയായ ദൈവം സൂര്യന് പരിചയമാകുന്നു, യഹോവ കൃപയും മഹത്വവും നൽകുന്നു, നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കയില്ല. നേരോടെ നീ നടക്കുന്നുവെങ്കിൽ ഒരു നന്മയ്ക്കും ദൈവം നിനക്ക് എന്ത് ചെയ്യത്തില്ല, മുടക്കം വരത്തില്ല. ഇതിന്റെ തെളിവാണ് ഇയ്യോബ് എന്ന ദൈവ മനുഷ്യൻ. അതുകൊണ്ട് നേരോടെ നടന്നാൽ നീ മുടിഞ്ഞു പോകത്തില്ല, നിർദോഷിയാണോ നീ നശിച്ചു പോകത്തില്ല, നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടവരും. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനീതി നിമിത്തം കർത്താവ് കഷ്ടം സഹിക്കുന്ന അനേകർ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. കർത്താവ് നിശ്ചയമായിട്ട് അവരുടെ ഹൃദയത്തോട് ദൈവം ഇടപെട്ടാൽ ഈ സന്ദേശം അനേകായിരങ്ങളുടെ ഹൃദയങ്ങൾക്ക് തിരിവിനും മാനസാന്തരത്തിനും ദൈവിക ഇടപെടലുകൾക്കും ധൈര്യപ്പെടുത്തലുകൾക്കും വിശ്വാസത്തിന്റെ വർധനവിനും ഇത് കാരണമായി തീരുമാനിടയാക്കണം. അപ്പോൾ തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് രോഗികളായിരിക്കുന്നവരെ അവിടുന്ന് സൗഖ്യമാകട്ടെ. നഷ്ടപ്പെട്ട ജോലികൾ, നന്മകൾ കർത്താവ് അവരുടെ ജീവിതത്തിൽ തിരികെ വരുന്നതിനാണ് സ്തോത്രം ചെയ്യുന്നു. സമസ്ത തൃക്കരങ്ങൾ തരുന്ന കൂടെ ഇരിക്കണം. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.